സംഭവങ്ങളൊക്കെ ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട സഞ്ജുവായിട്ട് ഇനിയിപ്പോൾ ഞാനില്ല, പുതിയ ആളാണ്. ആദ്യം തന്നെ അവനൊരു ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് ചെയ്യട്ടെ, അടിപൊളിയായിട്ട് വരട്ടെ. പിന്നെ മാറാനുള്ള റീസൺ ആക്ച്വലി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംസാരമോ ഒരു ഡിസ്കഷനോ ഒന്നിനും താല്പര്യമില്ല, ഒന്നും പറയാനും പറ്റണില്ല, ഒന്നും പറയാൻ വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒരുപാട് ചർച്ചകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടു. ഞാൻ ഇട്ടേച്ച് പോയതുപോലെ, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടുപോയതുപോലെ, അതല്ലെങ്കിൽ പുതിയൊരു പ്രൊജക്റ്റ് കിട്ടിയപ്പം അതിൻ്റെ ബാക്കിൽ പോയതുപോലെ, അങ്ങനെ കുറേ സാധനങ്ങൾ കണ്ടു. സോ എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്നെ അക്സെപ്റ്റ് ചെയ്ത ആൾക്കാരോട് എന്താണ് സംഭവിച്ചതെന്ന് പറയണമെന്നുണ്ട്. ഒരുപാട് മെസ്സേജസ് വന്നു. അപ്പോൾ എല്ലാത്തിനും എനിക്ക് ഓരോരോ ആൾക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല. സോ ഞാൻ വിചാരിച്ചു ഒരു ലൈവ് വന്ന് പറഞ്ഞാൽ എല്ലാവർക്കുമായിട്ടുള്ള ഒരു റിപ്ലൈ തരാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പിന്നെ ഒരുപാട് കമൻറ്റ്സ് ഇപ്പോഴും വരുന്നുണ്ട്, ഞാൻ എല്ലാം വായിക്കണില്ല. ഞാൻ മാറ്റർ പറയാം, ആക്ച്വലി ഷൂട്ടിൻ്റെ ഇടയിലാണുള്ളത്. സോ എന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ, ഒരു പറയുന്നുണ്ടെങ്കിൽ വളരെ ബേസിക്കായിട്ടുള്ള കാര്യം മുതൽ പറയണം, എന്നാലും നിങ്ങൾക്കിത് മനസ്സിലാവും. അതായത് ഒരു സീരിയൽ അല്ലെങ്കിൽ ഒരു സീരിയൽ വർക്കിന് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു മാസത്തിൻ്റെ 2 ഹാഫായിട്ടാണ് ഒരു പ്രൊജക്റ്റിന് കൊടുക്കുക. ഏതെങ്കിലും ഒരു ഹാഫ്, അതൊന്നെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഉണ്ടാവും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഉണ്ടാവും. ഫസ്റ്റ് ഹാഫ് 1 to 15 അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് 16 to 30 എന്ന് പറഞ്ഞിട്ടാണ് ഒരു പ്രൊജക്റ്റിന് ഞങ്ങൾ ഡേറ്റ് കൊടുക്കുക. അങ്ങനെ ഒരു പ്രൊജക്റ്റിന് 1 to 15 എന്നുള്ള രീതിയിൽ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 16 to 30 എന്ന് പറയുന്ന ദിവസങ്ങളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. വേറെ പ്രൊജക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഈ 1 to 15 എന്നുള്ള നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റ്സ് അവരുടെ ഷൂട്ടിനെ ബാധിക്കാത്ത രീതിയിൽ ബാക്കി ഡേറ്റ്സൊക്കെ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പം കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഞാൻ വേറെ പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ മീഡിയ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ മീഡിയ 2 എൻ്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാനൊരു മൗനരാഗ് എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ചെയ്യുന്നുണ്ടായിരുന്നു തമിഴിൽ, വിജയ് TV. അപ്പോൾ അതിൻ്റെ ഡേറ്റ് 16 to 30 ആയിരുന്നു. ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ മീഡിയ 2 1 to 15 ആണ് ഡേറ്റ് കൊടുത്തത്. അപ്പോൾ 1 to 15 ഞാൻ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വരുന്നുണ്ട്. ഓക്കെ ആവും പിന്നെന്താണ്. ഒരുപാട് നല്ല സപ്പോർട്ടും ഒരുപാട് സ്നേഹങ്ങളും കിട്ടിയിട്ടുണ്ട് ഈ പ്രൊജക്റ്റ് കാരണം ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം പുറത്തിറങ്ങിയാൽ ഇപ്പം എവിടെ പോയാലും സൽമാൻ എന്നല്ല എന്നെ വിളിക്കുക, സഞ്ജു എന്നാണ് വിളിക്കുക. ഇനിയിപ്പോൾ എക്സ് സഞ്ജു എന്ന് വിളിക്കുമെന്ന് എനിക്കറിയില്ല, സഞ്ജു എന്നാണ് എന്നെ വിളിക്കുക. ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്, തിരിച്ചു വരുമോ, എന്താ മാറിയത്, എന്താ പ്രശ്നം, നിങ്ങളെ അല്ലാണ്ട് ഞങ്ങൾക്ക് സഞ്ജുവായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. എല്ലാത്തിനും ഒരുപാട് താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒക്കെ സ്നേഹവും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണം. അതുപോലെ തന്നെ എൻ്റെ ഈ പ്രൊജക്റ്റിന് നിങ്ങൾ തുടർന്നും ആ സപ്പോർട്ട് കൊടുക്കണം. കാരണം സഞ്ജുവിൻ്റെ മാത്രമല്ല ആ പ്രൊജക്റ്റ്, അതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ലച്ചു ഉണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട സ്വാതി ഉണ്ട്, നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരുപാട് ആൾക്കാർ അതിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഇനി അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ പുതിയ വന്ന സഞ്ജുവിന് എൻ്റെ എല്ലാവിധ ഓൾ ദി ബെസ്റ്റും. നന്നായിട്ട് ചെയ്യണേടാ, ചെയ്യുമെന്ന് വിചാരിക്കണം. പിന്നെ അപ്പോൾ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ തുടർന്നു കൊടുക്കണം. കാരണം ഇനി മീഡിയ 2 താഴോട്ട് പോയാൽ അത് ഞാൻ താഴോട്ട് പോകുന്ന പോലെ തന്നെയാണ്. ഇനിയും മീഡിയ 2 മേലോട്ട് കയറിയാൽ അത് ഞാൻ മേലോട്ട് കയറിയ പോലെ തന്നെയാണ്. അന്ന് ഇന്ന് എന്നും മീഡിയ 2 എൻ്റെ പ്രൊജക്റ്റാണ്, എൻ്റെ പ്രൊജക്റ്റായിരിക്കും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അത് കാണുന്നത് കണ്ടിന്യൂ ചെയ്യണം. എൻ്റെ പേരിൽ നിങ്ങൾ ആരും ആ പ്രൊജക്റ്റിനെ താഴ്ത്തിക്കെട്ടരുത്, താഴ്ത്തുകയും ചെയ്യരുത്. നിങ്ങളെപ്പോലെ തന്നെ അതിൻ്റെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങളെ ഫാൻ എഡിറ്റ്സും എല്ലാം ഞാൻ കാണാറുണ്ട്, ഞാനിപ്പോഴും ഷെയർ ചെയ്യാറുണ്ട്. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എനിക്ക് പ്രൊജക്റ്റ് പോയാലും നിങ്ങളുടെ സ്നേഹം വേണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ സഞ്ജുവായിട്ടോ നിങ്ങളുടെ എന്തായിട്ടാണെങ്കിലും ഞാനിപ്പോഴും അങ്ങനെ തന്നെയുണ്ട്. നിങ്ങൾ തുടർന്നും ഈ പ്രൊജക്റ്റ് കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് വേറെ നല്ലൊരു പ്രൊജക്റ്റായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും, തീർച്ചയായിട്ടും വരും. ഒരുപാട് സന്തോഷമുണ്ട്. മിസ് യു ടു. ഒരുപാട് കമൻറ്റ്സ് വരുന്നുണ്ട് എല്ലാവർക്കും.
ന്യൂ സഞ്ജുവിൻ്റെ ആക്ടിങ് കൊള്ളൂല. അത് ഒബ്വിയസ്ലി, കാരണം ഒരാൾ ചെയ്തിരിക്കുന്ന സാധനം വേറൊരാൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. പ്രത്യേകിച്ച് പുള്ളി എല്ലാ ക്യാരക്ടേഴ്സിനെയും മനസ്സിലാക്കിയിട്ട് എല്ലാ സിറ്റുവേഷൻസൊക്കെ പഠിച്ച് വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറച്ച് സമയവും കാര്യങ്ങളൊക്കെ എടുക്കും അത്. പക്ഷെ സെറ്റാവും. മാത്രമല്ല പുള്ളി വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ടൈറ്റായ ടൈമിലാണ്. ലച്ചു വീട് വിട്ട് ഇറങ്ങി നിൽക്കുന്ന ടൈമാണ്, അമ്മക്ക് സുഖമില്ലാതായിരിക്കുന്ന ടൈമാണ്, ലച്ചുവിനെ തിരിച്ചു കൊണ്ടുവരണം, സ്വാതി സത്യം അറിയോ എന്നുള്ളൊരു പേടി, ഇങ്ങനെ ഒരുപാട് മാനറിസംസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ടൈറ്റായ ടൈമിലാണ് പുതിയ സഞ്ജുവിൻ്റെ എൻട്രി. അതുകൊണ്ട് അവനത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. പക്ഷെ നിങ്ങളുടെ സപ്പോർട്ട് വേണം അവനെ അത് ഈസി ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയ സഞ്ജുവിന് എൻ്റെ ഓൾ ദി വെരി ബെസ്റ്റ് ബ്രോ. പിന്നെ എല്ലാവരും അത് കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എൻ്റെ ടീമിനെ. ഞങ്ങളുടെ ചിരി, കളികൾ, തമാശകൾ എല്ലാം മിസ് ചെയ്യുന്നുണ്ട്. ലച്ചു, സ്വാതി, നമ്മുടെ രാജു, പുതിയ വന്ന ഗോവിന്ദ്, എല്ലാവരായിട്ടും ഭയങ്കര ടൈപ്പിൽ, നമ്മളെ സഞ്ജന, എല്ലാവരായിട്ടും നമ്മൾ ഭയങ്കര ടൈപ്പിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് എൻ്റെ റീപ്ലേസ്മെൻറ്റ്. ഒരുപാട് സങ്കടമുണ്ട്. എന്നാൽ പോലും fact should be accepted, right? So I am accepting the fact that I am no more your Sanju, but fine. Okay. എല്ലാവർക്കും ഒന്നും കൂടി താങ്ക്സ്. പുതിയ പ്രൊജക്റ്റായിട്ട് ഞാൻ വരും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് സ്നേഹം ഉണ്ടാവണം. See you soon. അതുപോലെ തന്നെ ദയവ് ചെയ്ത് ആരും ഇൻസ്റ്റഗ്രാമിന് താഴെ അനാവശ്യ ഫൈറ്റും കാര്യങ്ങളൊന്നും ചെയ്യരുത്. എന്താ പറയുക, എല്ലാവർക്കും വേദനിക്കും. നിങ്ങളിടുന്ന ഓരോ കമൻസും നിങ്ങൾ പറയുന്ന ഓരോ വാക്കുകളും വളരെ ശ്രദ്ധിച്ച് പറയുക ദയവ് ചെയ്ത്. കാരണം എല്ലാവർക്കും വേദനിക്കും. എല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലും പഴിചാരിക്കുന്നതിന് മുമ്പ്, ആരെങ്കിലും കുറ്റം പറയുമ്പോൾ, ആരെങ്കിലും കുറിച്ച് പറയുമ്പോഴൊക്കെ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കുക. നമ്മൾ ആരും വേദനിപ്പിക്കാണ്ടിരിക്കും. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഹാവ് എ ഗുഡ് ഡേ. താങ്ക് யூ ஸோ மச் ஃபார் தி சப்போர்ட் அண்ட் லவ் ஃப்ரம் யுவர். இந்த வீடியோவை மௌனராகம் சீரியல் 2ல நடிச்ச சல்மானுல் தான் ரொம்பவே எமோஷனலாக ஷேர் பண்ணியிருக்காரு. விஜய் டிவியில் ஓடிட்டு இருந்த மௌனராகம் 2 சீரியல் மூலமா மக்கள் மத்தியில் இடம் பெற்றவர் தான் சல்மான். அண்ட் அது மட்டும் இல்லாமல் ஜி கேரளம்ல மிஹிரண்டிலும் அப்படிங்கிற சீரியல்ல சஞ்சு கேரக்டர்லயும் நடிச்சிட்டு இருந்தாரு. நல்லா நடிச்சிட்டு இருந்தவர் திடீர்னு அந்த சீரியல் விட்டு விலகினதும் ஃபேன்ஸ் பலரும் ரொம்பவே ஷாக் ஆயிருக்காங்க. அவரோட இன்ஸ்டாகிராம் பேஜ்ல இந்த வீடியோவை ஷேர் பண்ணி இதுக்கான உண்மையான ரீசன் என்ன அப்படின்றத சொல்லி சல்மானுல் சன் டிவியில் சரிகமா ப்ரொடக்ஷன்ஸ்ல ஆக்ட்ரஸான டெல்லா டவிஸோட நியூ சீரியல்ல கமிட் ஆயிருக்காரு. இதனால எனக்கு ரீப்ளேஸ்மெண்ட்டை வேற சஞ்சுவை மாத்திட்டாங்க அப்படிங்கிற மாதிரி ஃபீல் பண்ணி சொல்லியிருக்காரு.